നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അത് നാം ചിന്തിക്കുന്നതിലും ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ ദൈവിക ഉദ്ദേശങ്ങൾ നടപ്പിലാകാൻ, പൂർത്തിയാകാൻ ഒരു വഴിയും നമ്മുടെ മുൻപിൽ കണ്ടുവെന്ന് വരില്ല. നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ നടപ്പിലാകാൻ, ഉന്നതമായ ദൈവത്തിൻ്റെ വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരാൻ നാം എന്തു ചെയ്യണം? ഉത്തരം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. അതേ പ്രിയരെ, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. എല്ലാ തീരുമാനങ്ങളും ദൈവഹിതപ്രകാരം എടുക്കുക. നാം തിരഞ്ഞെടുക്കേണ്ട വഴി സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. ദൈവിക പദ്ധതികൾ ദൈവം പൂർത്തിയാക്കും.